പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രാദേശികവാദങ്ങൾ എന്ന അധ്യായത്തിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അന്യർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ. നമുക്കറിയാം, ഈ അന്യർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇൻ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളോട് നമുക്ക് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. എന്നാൽ ഔട്ട് ഗ്രൂപ്പിൽ പെടുന്ന ആളുകളെ നമ്മളെപ്പോഴും അന്യരായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ധാരാളമായി കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുടിയേറ്റ സംസ്ഥാനമായിട്ട് നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആസാമാണ്. ത്രിപുര, മിസോറാം തുടങ്ങി അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ധാരാളം കുടിയേറ്റങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും മേജറായി നിൽക്കുന്നത് ആസാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടിയേറ്റക്കാരെ അന്യരായിട്ടാണ് കാണുന്നത്. അവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ പ്രാദേശികവാദമാണ്. അപ്പോൾ ആസാമിലെ ജനങ്ങൾ, അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിയും മണ്ണും ഒക്കെ ആരുടേതാണ്? ആസാമിൻ്റെ ആണ്. അപ്പം അവിടേക്ക് കുടിയേറി വരുന്ന ആളുകളെ അവർ അന്യരായി കാണുന്നു. ആ കുടിയേറ്റക്കാർക്കെതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് ഒരർത്ഥത്തിൽ അതിനെ പ്രാദേശികവാദമാണെന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള അന്യർക്കെതിരെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആസാമാണ്. ആസാമിൽ അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. 1979 മുതൽ 1985 വരെ നീണ്ടു നിന്ന ആസാമിലെ വലിയ ഒരു പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭം അന്യർക്കെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു. ഇതിന് കാരണം ബംഗ്ലാദേശ് യുദ്ധകാലത്തും അതുപോലെ തന്നെ അതിന് ശേഷവും ധാരാളം ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് നിയമവിരുദ്ധമായി ആസാമിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ആസാമിലേക്ക് കുടിയേറിയെന്ന് മാത്രമല്ല, ഈ കുടിയേറ്റക്കാർ വൻതോതിൽ പിന്നീട് വോട്ടർ പട്ടികയിൽ ഇടം നേടുകയും സമ്മതിദായകരായി മാറുകയും ചെയ്തു. ഇവരുടെ എണ്ണം രൂക്ഷമായി തുടങ്ങിയപ്പോഴാണ് ഇവർക്കെതിരെയുള്ള യുദ്ധം അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ആസാമിലെ പ്രദേശവാസികൾ ആരംഭിക്കുന്നത്. അവർക്കൊരു ഭയമുണ്ടായി. ആസാമികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭയമുണ്ടായി. സ്വന്തം മണ്ണിൽ ഞങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ആസാമിലെ ജനങ്ങൾക്കുണ്ടായി. കാരണം ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകളാണ് ആസാമിലേക്ക് പല കാലങ്ങളിലായിട്ട് ബംഗ്ലാദേശ് യുദ്ധവും അതിന് ശേഷവും ഒക്കെ ആയിട്ട് കടന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും സ്വന്തം മണ്ണിൽ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികളുടെ എണ്ണം, മറ്റു പ്രദേശങ്ങളിലെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ ആസാമിലെ ജനത അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ 1979 മുതൽ 1985 വരെ വലിയ പോരാട്ടം തന്നെ, അന്യർക്കെതിരെ വലിയ പ്രക്ഷോഭം തന്നെ ആസാമിൽ നടക്കുകയുണ്ടായി. ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് 2 പാർട്ടികളാണ്. ഒന്ന് സ്റ്റുഡൻറ് യൂണിയനാണ്, വിദ്യാർത്ഥി സംഘടനയാണ്. AASU എന്ന് പറയുന്ന ഓൾ ആസാം സ്റ്റുഡൻറ് യൂണിയൻ 1979 ഉണ്ടായ ഒരു സംഘടനയാണ്. ഓൾ ആസാം സ്റ്റുഡൻറ് യൂണിയൻ. അതുപോലെ തന്നെ ആസാം ഗണസംഗ്രം പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന. ഇങ്ങനെ 2 സംഘടനയും ഇവ രണ്ടും കൂടി ചേർന്നുകൊണ്ട് വിദേശ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചു. കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രക്ഷോഭം ആരംഭിച്ചു. അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളണമെന്നും മാത്രമല്ല അവരെ കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിക്കണമെന്നും പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു തുടങ്ങി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലേക്ക് ഇനി വരുന്ന കുടിയേറ്റങ്ങളെ പൂർണ്ണമായും തടഞ്ഞു നിർത്തണമെന്നും അവർ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമായിരുന്നു. ഏതാണ്ട് 6 വർഷം നീണ്ടു നിന്ന
പ്രക്ഷോഭം അവസാനം രാജീവ് ഗാന്ധിയുമായി, അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്, രാജീവ് ഗാന്ധിയുമായി നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഈ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത്. ASU നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുകയും AASU നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുകയും 1985 സമാധാന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആസാമിലെ സമാധാന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ കരാർ പ്രകാരം ബംഗ്ലാദേശ് യുദ്ധകാലത്തും അതിന് ശേഷവും അതിനുശേഷവും അഥവാ 1971 മുതൽ ആസാമിലേക്ക് കുടിയേറിയിട്ടുള്ള വിദേശികളെ കണ്ടെത്തി അവരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ അയക്കാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. ആസാമിന്റെ വികസനത്തിനായി ഒരു സമ്പൂർണ്ണ സാമ്പത്തിക പാക്കേജും രാജീവ് ഗാന്ധി ഗവൺമെന്റ് പാസ്സാക്കുകയുണ്ടായി. അങ്ങനെ അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു. 1985 പിന്നീട് ആസാമിൽ എന്ത് ചെയ്തു, 85 നിലവിലുണ്ടായിരുന്ന അന്നത്തെ ഭരണസമിതിയൊക്കെ പുറത്താക്കി വീണ്ടും ആസാമിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 1985 നടന്ന പുതിയ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ആസാമിലെ പ്രദേശവാസികൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തിയ ഒരു കാരണത്താൽ, അല്ലെങ്കിൽ വിദേശികളെ കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഒരു കാരണത്താൽ AASU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും ആസാം ഗണസംഗ്രാം പരിഷത്ത് എന്ന് പറയുന്ന AGP എന്ന് പറയുന്ന സംഘടനയും അവിടെ അധികാരത്തിൽ വരികയുണ്ടായി. അതിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ആസാമിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആസാം വിദ്യാർത്ഥി യൂണിയന്റെ AASU എന്ന് പറയുന്ന ഈ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്ന പ്രഫുല്ല കുമാർ മഹന്ത എന്ന് പറയുന്ന ആള് ആസാം സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിച്ചു. 32-ാം വയസ്സിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി. അപ്പൊ ഇങ്ങനെയുള്ള ചില അന്യർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, റീജിയണലിസം പഠിക്കുമ്പോൾ, പ്രാദേശികവാദം പഠിക്കുമ്പോൾ, റീജിയണൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം ഈ അന്യർക്കെതിരെയുള്ള പോരാട്ടവും പ്രാദേശികവാദത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. നമ്മുടെ അധ്യായത്തിൻ്റെ പേരും പ്രാദേശികവാദം എന്നാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രാദേശികവാദങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ധാരാളമായി നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞിട്ടുള്ളത്. ഇനി സിക്കിം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. സിക്കിം ഇന്ത്യയുടെ ഒരു സംരക്ഷിത രാജ്യമായിരുന്നു ഒരു കാലത്ത്. സിക്കിമിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം ഈ ഒരു എന്താ പറയുക, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ സിക്കിമിനെ കൂടി നമുക്ക് ഒഴിച്ചു നിർത്താൻ സാധിക്കൂല. സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരു കാലത്ത് അതൊരു ഇന്ത്യയുടെ സംരക്ഷണ വലയത്തിലുള്ള ഒരു രാഷ്ട്രമായിരുന്നു, ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു യഥാർത്ഥത്തിൽ സിക്കിം. എന്നാൽ ആ രാഷ്ട്രത്തിൻ്റെ പ്രതിരോധം അഥവാ സൈന്യം, വിദേശകാര്യങ്ങൾ, ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്കായിരുന്നു അതിന് പരമാധികാരം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അധികാരം സിക്കിമിന് ഉണ്ടായിരുന്നില്ല. സിക്കിമിൽ ഭരണം നിർവഹിച്ചിരുന്നത്, അവിടുത്തെ ഒരു ആഭ്യന്തര ഭരണം നിർവഹിച്ചിരുന്നത് രാജാവായിരുന്ന ചോഗുൽ എന്ന് പറയുന്ന ആളായിരുന്നു. തൻ്റെ പ്രജകൾക്കിടയിൽ വളർന്നു വരുന്ന ജനാധിപത്യ മോഹങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ സിക്കിമിലെ ജനങ്ങളിൽ ഭൂരിഭാഗം നേപ്പാളികളായിരുന്നു. തങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ചോഗിൽ എന്ന് പറയുന്ന രാജാവ് അതിന് തയ്യാറായിരുന്നില്ല. ന്യൂനപക്ഷമായ ലെപ്ച ബൂട്ടിയ സമുദായത്തിലെ ഒരു ചെറിയ വരണ്യവർഗത്തിൻ്റെ സഹായത്തോടെ തൻ്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി രാജാവ് ശ്രമിച്ചു. സിക്കിമിലെ ഒരു ചെറു വിഭാഗമാണ്
ഏത്? ലർച്ച ബൂട്ടിയ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ബൂട്ടിയ എന്ന് പറഞ്ഞിട്ട് ഒരു കളിക്കാരുണ്ട്, ബൈജയൻ ബൂട്ടിയ. അതൊക്കെ ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ടാണ്, ജാതിയുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. ഇങ്ങനെ രണ്ട് സമുദായത്തിലെയും നേതാക്കന്മാർ, ചോഗൽ വിരുദ്ധ നേതാക്കന്മാർ ഇന്ത്യ ഗവൺമെന്റിന് പിന്തുണ നൽകുകയും ചെയ്തു. ചോഗൽ എന്ന് പറയുന്ന അവിടുത്തെ രാജാവിനെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും 1974 സിക്കിം നിയമസഭയിലേക്ക് ആദ്യത്തെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സിക്കിമിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 1975 എന്ത് ചെയ്തെന്നറിയാം? സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയനിലെ 22ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറി. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് ഇന്ന് സിക്കിം നിലകൊള്ളുകയാണ്. 1974 അവിടെ ഒരു ജനാധിപത്യ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളിൽ നിന്ന് ജനഹിത പരിശോധന നടത്തി. ഹിതപരിശോധനയിലൂടെ ജനങ്ങൾക്ക് ഏതിലാണ് താല്പര്യം? രാജാവിൻ്റെ ഒപ്പം നിൽക്കുകയാണോ, അതല്ല ഇന്ത്യൻ യൂണിയനിൽ ചേർന്നുകൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുകയാണോ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഭൂരിഭാഗം അഭിപ്രായം വന്നത് എന്തായിരുന്നു? ഇന്ത്യൻ യൂണിയനിൽ ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 1975 സിക്കിം ഇന്ത്യയുടെ ഭാഗമായി ചേർന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മൾ ഈ ഇന്നത്തെ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ടത് ആസാമിലെ അന്യർക്കെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ചാണ്. സിക്കിം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ഒരു ചെറിയ സ്റ്റേറ്റാണ്, ആ ഭാഗത്ത് വരുന്ന സ്റ്റേറ്റാണ് സിക്കിം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദേശീയ ഉത്ഗ്രഥനം എന്താണെന്നും അതോടൊപ്പം തന്നെ പ്രാദേശിക ഉത്കർഷേച്ഛകൾ, പ്രാദേശികവാദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠങ്ങൾ എന്താണെന്നുള്ളതും കൂടി നമുക്ക് പഠിക്കാം.